ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. കണ്ടത് ഇവിടെ കൃഷിയും വാഴയും നല്ല ഇതൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് തമിഴ്നാട്ടിലോട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. സ്ഥലങ്ങൾ പേരുകൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്, അവർ വരുന്നുണ്ട്. ഞങ്ങളിവിടെ നിന്ന് വിഴിഞ്ഞം വഴി മറ്റേ കോവളം കയറി ഹൈവേ വഴിയാണ് പോകുന്നത്. പിന്നെ നേരെ കയറി കളിയക്കുളം കയറി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 3 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. എന്തായാലും ഒരു അടിപൊളി ട്രിപ്പായിരിക്കും. ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതെല്ലാം നിങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരെത്തിയിട്ട് അവരിതാ വരുന്നുണ്ട്. വണ്ടിയിലൊക്കെ ഉണ്ട്, അവർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. ബൈക്ക് തന്നെ അപ്പം ഇതുവരെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇപ്പോൾ തക്കല എത്തിവിടെ. തക്കല കുറച്ച് ഫ്രണ്ടിലിട്ട് ഇവിടെ ഒരു ഹോട്ടൽ നിന്നിട്ട് ഇതാണ് ഹോട്ടൽ. ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളിപ്പം ഫസ്റ്റിൽ പോകുന്നത് തിരുച്ചെന്തൂരാണ് പോകുന്നത്. തിരുച്ചെന്തൂർ പോകുന്ന വഴിക്കാണ് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അതെന്തായാലും അങ്ങോട്ട് പോകുന്ന നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചില്ല ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന്. തിരുച്ചെന്തൂർ എത്തുന്നതിന് മുമ്പേ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരുച്ചെന്തൂരിലോട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് പോകുന്നത്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത് ഇവിടെ യാത്ര തുടങ്ങും. അപ്പം ഞങ്ങൾ ഫുഡ് പറഞ്ഞത് ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി, വട, സാമ്പാർ കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ ഇറങ്ങിയപ്പോൾ ഈ ഹോട്ടലിൽ കണ്ട ഒരു മാമൻ കണ്ട ഈ ആഹാരം കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയി കണ്ട കാക്കയ്ക്ക് എന്താണ് കണ്ട കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട്. കാക്കകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി ഇവിടെ സൗണ്ട് ഉണ്ടാക്കി എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി കാക്കകൾ വരാൻ എല്ലാ ദിവസവും കൊടുക്കും. അതാ കൊടുക്കണം. ഞങ്ങൾ തിരുച്ചെന്തൂർ പോകുന്ന വഴിക്ക് കണ്ടൊരു പള്ളിയാണ് കേട്ടോ. ആ പള്ളിയുടെ മണപ്പാട് പള്ളി. ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കണ്ടോ. എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് പള്ളി. ഇത് കടലിൻ്റെ സൈഡിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഇത് കടലാണ്. കണ്ടോ, ഇപ്പോൾ ഒരുപാട് നല്ല തിരക്കുണ്ട് ഇവിടെ. കാരണം മുൻപ് ഇവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് കൂടുതലും കേരളത്തിൽ നിന്നുള്ള വണ്ടിയാണ് നമ്മളിവിടെ കൂടുതലും കണ്ടത് ഇവിടെ. ഇത് നല്ല ഹൈറ്റില്ല കേട്ടോ. നല്ല ഹൈറ്റിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. അതുപോലെ ഇവിടെ നല്ലൊരു വ്യൂവും കൂടെയാണ് കേട്ടോ. ഓക്കെ, എന്താ പള്ളി ഈ ഫ്രണ്ടിലാണ് കടലും. ഓക്കെ, ഞാൻ ഈ പള്ളിയുടെ ഫ്രണ്ട് വ്യൂ എന്ന് കാണിച്ചു തരാം. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വ്യൂ കേട്ടോ. നല്ല രസമുള്ള ഒരു അടിപൊളി പള്ളിയാട്ടോ. ഇത് ഇവിടെ ഭയങ്കര കാറ്റ് കൂടെ ഉണ്ടായി. കാരണം ഇവിടെ നല്ലൊരു ഓപ്പൺ സ്പേസും കൂടെ ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട്. ഒരുപാട് പാർക്ക് സ്ഥലമൊക്കെ ഉള്ളത് നല്ലൊരു ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഇതാ കാണുന്നുണ്ട്. അവിടെ ഇതുണ്ട്, അതാണ് കൂടംകുളം. ഈ പള്ളിക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ പള്ളിയുടെ ഏറ്റവും ടോപ്പിലാണ്. ഇതിൻ്റെ 2 സൈഡിലും, കാരണം ഈ ഫ്രണ്ട് 3 സൈഡും കടലാണ്. ഈ കടലിൻ്റെ നടുക്കാണ് ഈ പള്ളി ഇരിക്കുന്നത്. ഇപ്പം ഞാൻ അവിടെ നിങ്ങൾ നേരത്തെ കാണിച്ചില്ല, അവിടെ നിന്ന് നടന്നു വന്ന് ഇപ്പുറത്ത് വന്ന് കണ്ടോ, ഇത് കടലാണ്. കണ്ടോ, ഈ കടൽ ഇതിങ്ങനെ കറങ്ങി അത് കഴിഞ്ഞ് നമ്മുടെ പള്ളിയായി. പള്ളിയുടെ അവിടെയും കടലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നിന്ന അപ്പുറ സൈഡാണ്, ആ സൈഡ് അതും കടലാണ്. പിന്നെ ഇവിടെയാണ് അങ്ങോട്ട് വഴിയുള്ളൂ. ഒറ്റ സൈഡ് മാത്രമേ വഴിയുള്ളൂ. ബാക്കി ഈ 3 സൈഡും കടലാണ്. ഈ കടലിൻ്റെ നടുക്കാണ് ഈ പള്ളി ഇരിക്കുന്നത്. അതാണ് കേട്ടോ ഇത് ഏറ്റവും നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. തീർത്ഥാടകരായിട്ടും അല്ലാതെ വരുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കിത് ഇതുവഴിയും അങ്ങ് ഇറങ്ങി കടലിൽ പോയി അവിടെ നിന്ന് കുളിക്കാൻ അതൊക്കെ സൗകര്യങ്ങളുണ്ട്. നല്ല സൗകര്യമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യാം. ഞങ്ങൾ ആ പള്ളിയിൽ അവിടെ നിന്ന് ടോപ്പിൽ നിന്ന് ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് കടലിൽ ഞാൻ ഇന്ന് കാണിച്ചില്ല. എൻ്റെ അതായത് കടലുണ്ട്. കടലിൽ കുറേ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ല രസമായിട്ടല്ലോ, മണലും അതിൽ. പക്ഷേ നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് വെയിലും കാറ്റും അതുകൊണ്ട് ഞങ്ങളത് ഇതുവരെ വന്ന് എന്നെ കാണിച്ചത് ഞാൻ കാണിച്ചത് അവിടെ കണ്ടോ. എൻ്റെ ആ ഭാഗത്ത് കണ്ടോ, അവിടെ ഒരു കല്ല് ഇങ്ങോട്ട് ഇറക്കി കെട്ടി കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഇറക്കി കെട്ടി ഇട്ടിട്ടുണ്ട് അങ്ങോട്ട്. അപ്പോൾ അതെന്താണെന്നുണ്ടോ നമ്മൾ അങ്ങോട്ടൊന്ന് പോയി പള്ളിയുടെ അപ്പുറ സൈഡാണത്. അപ്പോൾ അവിടെ ചിലപ്പോൾ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒന്ന് അങ്ങോട്ട് പോയി നോക്കണം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ തന്നെ നല്ല വെയിലാണ്. കുറച്ച് രാവിലെ കയറുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങായിരുന്നു. ഭയങ്കര വെയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേളിൽ ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുരിശിൻ്റെ ഒരു ഭാഗമുണ്ട് ഇവിടെ. അത് ആ മേളിൽ നമ്മൾ വന്ന വഴിക്കാണത്. അത് ഇനി അങ്ങോട്ട് കയറിപ്പോൾ അത് ഞാൻ അതുകൂടെ കാണിച്ചു തരാം. അവിടെ നിന്ന് കൊണ്ടുവന്ന അതിൻ്റെ ഒരു കുറച്ച് പീസ് കൂടെ ഒക്കെ വെച്ചിട്ട് അവരൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, ഒരു കുരിശ്. അതും കൂടെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ലൈറ്റ് ഹൗസിൽ നമുക്ക് കയറണം. ആ ലൈറ്റ് ഹൗസ് കാണുന്നത് കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അതൊക്കെയാണ് ലൈറ്റ് ഹൗസ്.
അതിനകത്ത് കയറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതും കൂടെ കഴിക്കും. ചെറിയ വലിയ ഹൈറ്റ് ഇല്ലാത്തതാണ്, ചെറിയ ലൈറ്റ് ഹൗസ്. അതും കൂടെ നമുക്ക് നോക്കാം. അത് കാരണം അത് പള്ളിക്കകത്ത് കയറണം, കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുള്ളൂ. അതിൽ ഇതിൻ്റെ ചുറ്റുമുണ്ടല്ലോ ഒരുപാട് പള്ളിയുണ്ട് കേട്ടോ. പള്ളി വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 പള്ളിയുണ്ട്. ഒരു ചെറിയ ജെറുസലേം എന്നാണ് അറിയപ്പെടുന്നത്. ഞാനിപ്പോൾ തിരക്കി പറയുന്നത് അതാണ്. അവിടെ കണ്ടോ, അവിടെ എല്ലാം ഈ ചെറിയ മീൻസിൻ്റെ നേരത്തെ വലിയ പള്ളികളാണ്. പിന്നെ ഞാൻ ഇവിടെ മീൻ പിടിക്കാൻ പോകുന്ന ഇതുണ്ട്, അതുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളോട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ വരണം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു വൈബുള്ള സ്ഥലം, വൈബുള്ളൊരു ചർച്ചും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്ങിൽ വന്നാൽ കുറച്ച് നല്ല സമയം സ്പെൻഡ് ചെയ്യാം. നല്ല ഇളം കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഒരു നല്ല രസമുള്ള സ്ഥലത്ത് കുറച്ച് നേരം സമയം ചിലവഴിക്കുക. അതുകൊണ്ട് വരാൻ പറ്റുന്നവർ ഇങ്ങനെ വന്നു ഒരു ദിവസം വരിക, വന്ന് ഇതൊക്കെ കണ്ട് കന്യാകുമാരിയൊക്കെ കണ്ട് തിരിച്ചു പോകും. ഞങ്ങളിനി പോകുന്നത് വേറെ സ്ഥലത്തോട്ടാണ്. കന്യാകുമാരി പോകുന്നത് ഞങ്ങൾ തിരുവനന്തപുരമാണ് പോകുന്നത്. പോകുന്ന വഴിക്കാണ് ഞങ്ങളിവിടെ കയറിയത്. ഇതാണ് പള്ളിയിലോട്ട് കയറുന്ന മെയിൻ കവാടം കേട്ടോ. ആ മെയിൻ കവാടത്തിൻ്റെ ഫ്രണ്ടിൽ കണ്ട 2 വിഗ്രഹങ്ങൾ അവർ വെച്ചിട്ടുണ്ട് കണ്ടോ. ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയും വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് അകത്തോട്ട് കയറുന്ന വഴി, മെയിൻ വഴി. അകത്തോട്ട് വീഡിയോ അലൗഡ് ആണോന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം. ഈ ഞങ്ങളെ ലൈറ്റ് ഹൗസ് പള്ളിയുടെ ബാക്കിൽ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞില്ല, ആ ലൈറ്റ് ഹൗസിൽ കയറാൻ പോകണം കേട്ടോ. അവിടെ ഒരാൾക്ക് 10 രൂപയാണ് ഇതിനകത്ത് കയറാൻ വേണ്ടി. അങ്ങനെ 30 രൂപ എടുത്ത് ഞങ്ങൾ ടോക്കൺ എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഹൗസ് കയറണം. പിന്നെ ഇവിടെ ചെരുപ്പ് ഇട്ടിട്ട് ഊരി കയറണമെന്ന് അവിടെ പറഞ്ഞു. ഇവിടെ കാരണം എന്താണ് അത് കയറുമ്പോൾ അങ്ങനെ കയറണമെന്നാണ് പറഞ്ഞത്. പള്ളിയിൽ കയറിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ സൈഡിൽ കൂടെ തന്നെ വഴിയുണ്ട്. വഴി വന്ന് ഇനി ഇതാണ് വഴി. ഇവിടെ കൂടെ കയറി ലൈറ്റ് ഹൗസ് അതായിരിക്കുന്നുണ്ട്. ലൈറ്റ് ഹൗസ് ആയിരിക്കും. പിന്നെ അവിടെ കേട്ടോ അവിടെ മേളിലത്തെ കാഴ്ചകൾ കാണും. ഇപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ വീഡിയോ അലൗഡ് ആണെന്ന് ചോദിച്ചപ്പോൾ വീഡിയോ അലൗഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കയറി നോക്കാം. ഞങ്ങൾ ഈ മെയിൻ കവാടം കേട്ടോ, മെയിൻ ഡോറുണ്ട് കേട്ടോ. അതാണ് മെയിൻ ഡോർ. ഇവിടുന്ന് കയറി വരുമ്പോൾ കാണുന്നുണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്താണെന്നുള്ളതാണ്. മണപ്പാട് പോയിൻ്റ് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഇത് കമ്മീഷൻ ചെയ്തത് 1888-ലും റിനോവേറ്റ് ചെയ്തത് 1990-ലാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ബോർഡ് ഇന്നാഗ്രേറ്റ് ചെയ്ത ആളെ പേര് ശ്രീ U. റാവു, ഡയറക്ടർ ജനറൽ ഓഫ് ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ് ഷിപ്പ് ഓൺ 24th November 1990 എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ള റേഞ്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലെങ്തും വെർട്ടിക്കൽ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും പഴക്കമുള്ള ലൈറ്റ് ഹൗസാണ് കേട്ടോ. നല്ലൊരു തണുപ്പ് കേട്ടോ ഇവിടെ കയറിയപ്പോൾ. ചെറിയ കാറ്റുണ്ട്, ഈ ജനലിൽ കൂടെ കണ്ട് ചെറിയ കാറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വേറെ ആൾക്കാരും ദിവസമായും ഇവിടെ കണ്ടില്ല കേട്ടോ. ഇനി മേളിലായിട്ട് ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇവിടെ നല്ലൊരു പഴയ ഒരു അലമാരയൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ കാലത്തുള്ള അലമാര കേട്ടോ. അത് കണ്ടാലേ തന്നെ അറിയാതെ. അതിന് മിന്നിയുണ്ട് മേളിലോട്ട്. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കോളത്തൊക്കെ ഉണ്ട്. കോളത്തുള്ളിൽ തടിയാണെന്നോ. ഇത് തടിയല്ല, ഇത് മെറ്റലാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ മെക്കാനിസം. ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് അത് കാണിച്ചിരുന്നതാണ്. ഇതാണ് ആ ലൈറ്റിൻ്റെ ഇത്. അല്ലാതെ ഈ നമ്മൾ കയറിയ സിഗ്നലില്ലേ, ഈ ടവറിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള സാധനമാണ് കേട്ടോ. ഒരു ടവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കണ്ട ഒരു ഇത് കിടന്ന് കറങ്ങുന്നത്. അത് ഈ കപ്പലിനുള്ള സിഗ്നൽ കൊടുക്കാനുള്ളതെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അവരങ്ങനെ പറഞ്ഞത് കപ്പലിനുള്ള സിഗ്നൽ കൊടുക്കുന്ന ഇതാണെന്ന് പറയാം. അതിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല, പക്ഷേ സ്റ്റെപ്പൊക്കെ ഉണ്ട്, കയറാൻ പറ്റത്തില്ല. ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ.
ഞങ്ങൾ പള്ളിയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങി ഇപ്പുറത്തെ സൈഡിലാണ് കടലിൽ താഴെ വന്നിട്ടാണ് മേളിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇറങ്ങിയത് കടലിൻ്റെ സൈഡിലാണ് നിൽക്കുന്നതാണ്. ഇവിടെ കുളിക്കാനൊക്കെ കൊണ്ട് വലിയ തിരയൊന്നുമില്ല, കുറച്ച് ദൂരം വരെയൊക്കെ അങ്ങോട്ട് കുളിക്കാനൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കുളിക്കുന്നില്ല, ഞങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് പോകണമെന്നുള്ളതുകൊണ്ട് കുളിക്കുന്ന ഒരുപാട് പേരുണ്ട് കുളിക്കുന്നത്. ഇവിടെ നല്ല കടലിൻ്റെ പള്ളിയുടെ വ്യൂ ഇവിടെ കാണിച്ചതാണ് മേളിൽ കണ്ട. അതാണ് പള്ളി, ഇവിടെ കടലിൽ നിന്ന് താഴെ നിന്നുള്ള വ്യൂ ആണ്. എന്താണെന്ന് കണ്ടോ, ഈ മണപ്പാട് പള്ളിയിൽ നിന്ന് തൊട്ട് താഴെ വരുമ്പോഴുള്ള ഒരു മീൻ മാർക്കറ്റായിട്ടാണ്. ഉണക്ക മീൻ മാത്രമേ ഇവിടെ കണ്ട. ഇതിന് ഏതാണ്ട് 500-700 രൂപ വരുന്നുണ്ട്. 100 രൂപ വരെയല്ല മീനുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതുണ്ട് ഈ മീനൊക്കെ ഈ പാക്കറ്റ് മീൻ ചെറിയൊരു കാരാണ്. അത് 100 രൂപയാണോ? ഇതൊക്കെ 100 രൂപയാണ്. ഇത് 100 രൂപയാണ്. ഇതൊക്കെ 500. ഈ മീനെന്ന് പറഞ്ഞാൽ 500 രൂപ മീനാണ്. അങ്ങനെ പല വെറൈറ്റിയിലുണ്ട് കേട്ടോ. കൊഞ്ചുണ്ട്, കണ്ടോ, അതെല്ലാം അവർ കട്ട് ചെയ്ത് ഇട്ടു. ഇത് വാള മീനാണെന്ന് കേട്ടോ, വാള മീനാണെന്ന് തോന്നുന്നത്. വാള മാസി ഒരു പാക്കറ്റ് 200 രൂപ, 1/4 കിലോ. ഇത് മാസി എന്നാണ് പറഞ്ഞത്. നമ്മളവിടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പാക്കറ്റാണ്. ഇത് 200 രൂപയാണ് കേട്ടോ, 1/4 കിലോ 200 രൂപ. പക്ഷെ നല്ല ഫ്രഷ് സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഈ കടലിൻ്റെ കടയിൽ തന്നെ അവർ പിടിച്ച് വയ്ക്കുന്നുണ്ട്. കണ്ട, ഇത് കണ്ട, ഇതെന്ത് മീന്? സുര എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും നല്ല വെറൈറ്റി ടൈപ്പിലുണ്ട്. നൊത്തോലി മീനുണ്ട്, നൊത്തോലി കരുവാടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ നല്ല മീനുണ്ടല്ലോ, ഉണക്ക മീൻ പല വെറൈറ്റിയിൽ പല റേറ്റിലും ഉണ്ട് കേട്ടോ. ഭാഗ്യം ചെയ്ത് വാങ്ങിക്കുക.